ഇതൊരു ശർക്കര പായസമാണ്. ഈ ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ഒക്കെ എനിക്ക് ഓർമ്മ വരിക എൻ്റെ കുട്ടിക്കാലത്ത് 2 മാസം ഞങ്ങൾ വെക്കേഷന് തറവാട്ടിൽ പോയി നിൽക്കുമ്പോൾ അമ്പലത്തിൽ ഒരു പായസം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പം അന്നൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ടാണ് അമ്പലത്തിൽ നിന്ന് പായസം ഉണ്ടാക്കി കൊണ്ടുവരിക. അപ്പോൾ ഞങ്ങളുടെ ആ പായസത്തിൻ്റെ പേര് സന്ധ്യസ്കാരം എന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടി രാവിലെ തന്നെ നമ്മൾ എല്ലാം ചെയ്ത് വെക്കും. ഉരുളി കഴുകൽ, അതുപോലെ തന്നെ നാളികേരം പൊട്ടിച്ച് വയ്ക്കുക, നെയ്യ് ഉരുക്കി റെഡിയാക്കി വെക്കുക ഒക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ അടുത്തുള്ളൊരു അപ്പുമൂത്താൻ വരും. കാരണം അപ്പുമൂത്താൻ ഇതൊക്കെ കൂടി തലയിൽ വെച്ച് ഉരുളിയിൽ ശർക്കരയും തേങ്ങയും അരിയും നെയ്യും ഒക്കെ കൂടിയായിട്ട് വിറകും കൊണ്ടുപോകണം കേട്ടോ. വീട്ടിൽ നിന്ന് ഒക്കെ കൂടിയായിട്ട് നടന്ന് പോകുമ്പോൾ അപ്പുമൂത്താൻ ഞങ്ങളോട് പറയും, ഉണ്ണിയോളം ഉറങ്ങരുത് കേട്ടോ, പാച്ചമാമൻ കൊണ്ട് അപ്പുമൂത്താൻ വരാമെന്ന് പറയും. എന്നും 7:30 റേഡിയോയിൽ കമ്പോള നിലവാരവും വാർത്തയും കഴിഞ്ഞ് ഉറങ്ങണം ഞങ്ങൾ. അന്ന് മാത്രം കണ്ണും തുറച്ചിരിക്കും രാത്രി വരെ. 9 മണിയാകുമ്പോൾ അപ്പുമൂത്താൻ വരും പാച്ചമാമൻ കൊണ്ട്. അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റിൻ്റെ നല്ല സ്വാദ് തോന്നും. അങ്ങനെ ഞങ്ങൾ ആ പായസവും കഴിച്ച് കിടന്നുറങ്ങും. പിന്നീട് എൻ്റെ ജീവിതത്തിൽ അത്രയും സ്വാദുള്ളൊരു പായസം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പുമൂത്താൻ്റെയും അമ്മമ്മയുടെയും മുത്തശ്ശൻ്റെ ഒക്കെ സ്നേഹം അതിലുള്ളതുകൊണ്ടായിരിക്കും അതിന് ഇത്രയും സ്വാദ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.